ടോംബ് റൈഡർ കിങ്ങിന്റെ മൂന്നാമത്തെ എപ്പിസോഡാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എപ്പിസോഡ് തുടങ്ങുന്നത് റൂയി കെൻഷിൻ നമ്മുടെ ഹീറോവിനെ തിരിച്ചറിയുന്ന നിമിഷം തൊട്ടാണ്. ബിൽഡിങ്ങിലും ഭൂമിക്കുള്ളിൽ നിന്നൊക്കെ ഒരുപാട് കത്തികൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിന്ന് മഞ്ഞ വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ടാകും. ഗോപുരം വന്നതോടെ നമ്മുടെ ഹീറോയും ജനങ്ങളും തറയിലേക്ക് വീണു. ജൂഹിയോൺ മനസ്സിലാക്കുന്നുണ്ടാകും ഇപ്പോൾ എടുക്കാൻ പോകുന്ന റെലിക്സ് ഒരുപാട് അപകടകാരിയാണ്. ഈ കത്തികളൊക്കെ ആദ്യമേ നശിച്ചു പോയവയാണ്. ഇതിനൊക്കെ കാരണം മുറമാസയാണ്. സെൻഗോക്കുവിന്റെ കാലഘട്ടത്തിൽ മുറമാസയും അവന്റെ ഫാമിലിയുമാണ് കത്തികൾ നിർമ്മിച്ചത്. അവരറിയപ്പെടാൻ കാരണം പെർഫെക്റ്റ് ഷാർപ്നെസ് ആ കത്തികളിൽ അവർ നിലനിർത്തിയിരുന്നു. അവരുടെ ഫാമിലിക്കും സോഡിനും കിട്ടിയ ശാപമാണ് അവരുടെ ക്ലാൻ ഇല്ലാതാകാനുള്ള കാരണം. ആ സമയം സിസ്റ്റം പറയും റെലിക്സിന്റെ നീചമായ ഓറ നമ്മുടെ ഹീറോയിന്റെ ശരീരത്തെ കാര്യമായി ബാധിച്ചിരിക്കുന്നു. സ്കിന്നൊക്കെ ഡാമേജ് ആയി തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ ഹീറോയിന് പെട്ടെന്ന് വേദനിക്കാൻ തുടങ്ങും. അവനൊന്ന് വസ്ത്രം പൊക്കി നോക്കുമ്പോൾ പൊള്ളിയതുപോലുള്ള പാടുകൾ കൈകളിൽ വരാൻ തുടങ്ങി. അവൻ പറയും ഈ ഗോപുരത്തിന്റെ കാര്യത്തിൽ ഉടനെ തന്നെ ഒരു തീരുമാനമുണ്ടാക്കണം. എന്നിട്ട് അവൻ കോൺഫിഡന്റോടെ പറയും മുറമാസ ഞാൻ നിനക്ക് വേണ്ടി വരുന്നു. അങ്ങനെ നടന്നവൻ ഒരുപാട് ക്ഷീണിച്ചു പോയിട്ടുണ്ടാകും. ഇപ്പോഴുണ്ടായ ഗോപുരം ഒരുപാട് വലുതാണ്. അതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. എനിക്ക് ഒരുപാട് സമയമില്ല. ഇനി എടുക്കാൻ പോകുന്ന റെലിക്സ് എവിടെയാണെന്ന് അറിയാൻ എന്റെ കോടാലികൾക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ പുതിയ റെലിക്സ് എവിടെയാണെന്ന് ആ റൂയി കെൻഷിന് മാത്രമേ അറിയാൻ പറ്റൂ. അവന്റെ പുറകെ പോയാൽ എനിക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷേ അവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. റൂയി കെൻഷിനെ അന്വേഷിച്ച് നമ്മുടെ ഹീറോ നടക്കുകയായിരിക്കും. പെട്ടെന്നൊരു ശബ്ദം കേട്ട് അവൻ അവിടേക്ക് പോകുന്നു. ഒരു ഗർത്തം പോലെയുള്ള സ്ഥലത്ത് കുറച്ചുപേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകും. അവരൊക്കെ ഒരുപാട് പേടിച്ചിരിക്കുകയായിരിക്കും. ഒരു പെൺകുട്ടി കത്തിയെടുത്ത് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടാകും. നമ്മുടെ ഹീറോ ചിന്തിക്കുന്നുണ്ടാകും ആ റെലിക്സ് തൊട്ടത് കൊണ്ട് അവളിപ്പോൾ റെലിക്സിന്റെ കൺട്രോളിലാണ്. ആരെങ്കിലും ആ കത്തി കൊണ്ട് മുറിവേറ്റാൽ അവരും ആ റെലിക്സിന്റെ കൺട്രോളിലായി തീരും. ഒരുപാട് പേർ ബാധിക്കപ്പെടുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം. ആ സമയം അവന്റെ മുന്നിലേക്ക് ഒരു പാലം വരുന്നു. അവൻ അവിടെ ഉള്ളവരോട് ചോദിക്കും നിങ്ങളെ ഈ കുഴിയിലേക്ക് തള്ളിവിട്ടത് ആരാണ്? അവിടെയുള്ള ജനങ്ങൾ പറയും ആ റൂയി കെൻഷിൻ കാരണമാണ് ഞങ്ങളിവിടെ കുടുങ്ങിപ്പോയത്. അവൻ ഞങ്ങളെ ഇവിടെ അകപ്പെടുത്തി അവൻ ഇവിടെ നിന്ന് ഓടിക്കളഞ്ഞു. നമ്മുടെ ഹീറോ ചിന്തിക്കും അവനിവിടെ ഉണ്ടെങ്കിൽ ഇതാണ് പറ്റിയ അവസരം. എന്നിട്ട് അവൻ അവന്റെ കയ്യിലുള്ള റെലിക്ക് പുറത്തെടുക്കുന്നു. റൂയി കെൻഷിന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതായിരിക്കും അത്. ഒരു റിംഗ് പോലുള്ള റിലീസും ഒരു മോച്ചിയും അതൊരു പലഹാരമാണ്. ഇത് രണ്ടും വെച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവൻ ചിന്തിക്കും. ഒരു പെണ്ണ് മോച്ചി കൊണ്ടുപോകുമ്പോൾ ഒരു കടുവ വന്ന് അത് ആവശ്യപ്പെടുന്നു. ഒരു കയർ ഉപയോഗിച്ച് ആ കടുവയുടെ ആക്രമണത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നു. ആ സമയം സിസ്റ്റം പറയും ഒരു പുതിയ സ്കിൽ അൺലോക്ക് ആയിരിക്കുന്നു. റൂയി കെൻഷിന്റെ കയ്യിൽ നിന്ന് റിലീസ് മോഷ്ടിച്ചത് കൊണ്ട് അവനൊരു പുതിയ പേര് ലഭിച്ചിരിക്കുന്നു. പെറ്റി പിക് പോക്കറ്റർ. 4 സ്കില്ല് അൺലോക്ക് ആയിരിക്കുന്നു. നാലാമത്തത് ഡെക്സ്റ്റേരിറ്റി എന്നൊരു സ്കില്ലാണ്. അതും എഫ്രാങ്ക് ആണ്. അങ്ങനെ നമ്മുടെ ഹീറോ അവിടെ നിന്ന് ചാടി ആ പെണ്ണിന്റെ അടുത്തേക്ക് വേഗം പോകും. അവൻ അവിടെ എത്തിയതും അവൾ അവനെ ആക്രമിക്കാൻ തുടങ്ങി. രണ്ടുപേരും വളരെ വേഗത്തിലായിരിക്കും ആക്രമിക്കുന്നത്. ഹീറോവിന്റെ ആക്രമണത്തിൽ അവൾ പുറകിലോട്ട് തെറിച്ചു പോകുന്നു. എന്നിട്ട് അവൻ കയറിന്റെ റെലിക്ക് ഉപയോഗിക്കുന്നു. അത് ഉപയോഗിച്ച് അവളുടെ കൈയും കാലും കെട്ടിയിടും. അതുകൊണ്ട് അവളുടെ കയ്യിലുള്ള കത്തി താഴെ വീഴുകയും അവൾ പഴയ രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോ അവരോട് ചോദിക്കും റൂയി കെൻഷിൻ എവിടെയാണ് പോയതെന്ന് നിങ്ങൾക്കറിയാമോ? ഒരാൾ പറയും അവൻ ആ പാലത്തിലൂടെ ഗുഹയിലേക്ക് പോയിരിക്കുന്നു. നമ്മുടെ ഹീറോ ചിന്തിക്കും ഭാവി പ്രവചിക്കുന്നവൻ റൂയി കെൻഷിനെ എല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ആ പെണ്ണാണെങ്കിൽ നമ്മളുടെ ഹീറോ വിളിച്ചിട്ട് പറയും ഈ കയറിനെ ഒന്ന് നിയന്ത്രിക്കാമോ? ആ കയറാണെങ്കിൽ ഒരുപാട് സംസാരിക്കുന്നു. നമ്മളുടെ ഹീറോ ആ കയറിനെ തിരികെ കയ്യിലേക്ക് വിളിക്കുന്നു. ഹീറോ അവിടെയുള്ള ആളുകളോട് പറയും ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താം. പകരം നിങ്ങൾ റൂയി കെൻഷിൻ എവിടെയാണ് പോയതെന്ന് എന്നോട് പറയണം. നിങ്ങളോട് ചെയ്തതിന് ഞാൻ അവനോട് പകരം ചോദിക്കാം. അതിനുശേഷം റൂയി കെൻഷിനെ കാണിക്കുന്നു. അവൻ ആ റെലിക്കുള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ടാകും. യഥാർത്ഥ കത്തി കണ്ടുപിടിക്കാൻ വേണ്ടി അവൻ പാലത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നു. മുറമാസയുടെ കത്തി കണ്ടുപിടിച്ചാൽ ഇവിടെയുള്ള ജോലി തീർന്നു. കൂടാതെ എന്നെ പറ്റിച്ച ജൂഹിയോണിനെയും എനിക്ക് കണ്ടുപിടിക്കണം. മുറമാസയുടെ കത്തി ലഭിച്ചാൽ എന്നെ ആർക്കും തടയാൻ കഴിയില്ല. വിജയം ഉറപ്പായിട്ടും എനിക്കായിരിക്കും. അങ്ങനെ റൂയി കെൻഷിൻ കത്തി തിരയാൻ തുടങ്ങി. എല്ലാം പൊട്ടിയതായിരിക്കും കിട്ടുക. അവൻ ഒരുപാട് ദേഷ്യം വരാൻ തുടങ്ങി. ആ സമയമായിരിക്കും എല്ലാ ആളുകളും അവന്റെ നേരെ ഓടി വരാൻ തുടങ്ങിയത്. അവരെ കൊല്ലാൻ നോക്കിയത് കൊണ്ട് എല്ലാവരും കൂടി റൂയി കെൻഷിനെ താഴെയിട്ട് അടിക്കാൻ തുടങ്ങി. കെൻഷിൻ കാണുന്നുണ്ടാകും അവരുടെ പിറകിൽ ജൂഹിയോൺ നിൽക്കുന്നത്. ഹീറോ പറയും നിനക്കിതുവരെ മുറമാസയുടെ കത്തി കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലേ? എന്നിട്ട് അവൻ കോടാലി എടുത്തിട്ട് പറയും ഇവിടെയുള്ള റെലിക്ക് കണ്ടുപിടിക്കി. കോടാലിയുടെ സഹായത്തോടെ അവൻ റെലിക്ക് കണ്ടുപിടിക്കുന്നു. അവൻ കൈനീട്ടിയത് മുറമാസയുടെ കത്തി അവന്റെ കൈകളിലേക്ക് വരുന്നു. ആ കത്തി പറയും നീ എന്നെ കണ്ടുപിടിച്ചിരിക്കുന്നു. എന്റെ ശക്തികൾ നിനക്ക് സ്വന്തമാക്കണമെങ്കിൽ 10 പേരുടെയെങ്കിലും രക്തം ഇവിടെ വീഴണം. അത് നീ സമ്മതിച്ചില്ലെങ്കിൽ നീ ഇവിടെ നിന്ന് പോകില്ല. മനുഷ്യന്റെ രക്തം കൊണ്ട് മാത്രമേ എന്റെ ഇല്ലാതായ ഭാഗങ്ങൾ പഴയ രൂപത്തിലാവുകയുള്ളൂ. റൂയി കെൻഷിൻ ചിന്തിക്കും ഇവൻ ആരോടാണ് സംസാരിക്കുന്നത്? ജൂഹിയോൺ പറയും ഈ കത്തി എന്നെ പരീക്ഷിക്കുകയാണ്. അവന്റെ കയ്യിലുള്ള കത്തി പറയും അവരെയൊക്കെ കൊന്നുകളഞ്ഞേക്ക്. നമ്മുടെ ഹീറോ പറയും നീ പറയുന്നത് ഞാൻ കേൾക്കാൻ പോകുന്നില്ല. ഞാൻ നിന്നെ കൺട്രോൾ ചെയ്യാൻ പോവുകയാണ്. അവൻ അവന്റെ ശക്തികൾ ഉപയോഗിക്കാൻ തുടങ്ങി. ആ കത്തി കരഞ്ഞുകൊണ്ട് അവനോട് നിർത്താൻ പറയും. ഞാൻ നിന്നോട്
നിന്നോട് പറയുകയാണ് ഒരു നല്ല കത്തിയായി മാറിക്കോളൂ, നിന്റെ ക്ലോണായ കത്തികളൊക്കെ തിരിച്ചെടുത്തോളൂ. അങ്ങനെ താഴെയുള്ള എല്ലാ കത്തികളും ശരിക്കുമുള്ള സ്വോർഡിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ആ കത്തി ഒരു നല്ല സ്വോർഡായി മാറിക്കഴിഞ്ഞു. അതിനുശേഷം അവൻ എല്ലാ ആൾക്കാരെയും മുകളിലേക്ക് കയറ്റാൻ തുടങ്ങി. അതിന്റെ ഇടയിലൂടെ റൂയി കെൻഷിന് മുകളിലേക്ക് കയറാൻ ശ്രമിക്കും. നമ്മുടെ ഹീറോ വന്നവനെ പിടിച്ചിട്ട് പറയും, നിന്നോട് ഞാൻ പോകാൻ പറഞ്ഞില്ലല്ലോ. കെൻഷിൻ ചിരിച്ചുകൊണ്ട് പറയും, ഞാനും കൂടി രക്ഷപ്പെട്ടോട്ടെ, നിങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല, ഞങ്ങളുടെ കൂടെ കൂടിക്കോളൂ, നിനക്ക് ആ ഭാവി അറിയാനുള്ള പുസ്തകം ലഭിക്കും. ഹീറോ പറയും, ആ പുസ്തകം ഉപയോഗിക്കാൻ അതിന്റെ ഉടമസ്ഥന് മാത്രമേ പറ്റുകയുള്ളൂ. കെൻഷിൻ പറയും, ഇതൊക്കെ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും, TKBM എന്ന് പറയുന്നവരാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. അത് കേട്ടതും നമ്മുടെ ഹീറോ കെൻഷിന്റെ വയറിനിട്ട് ഒരു ചവിട്ടി ചവിട്ടി കയറുപയോഗിച്ച് മുകളിലേക്ക് പോകുന്നു. ഹീറോ പറയും, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല, വേണമെങ്കിൽ TKBM-നോട് സഹായിക്കാൻ പറയൂ. എന്നിട്ട് അവൻ കല്ലറ മൂടുന്നു. കുറെ കല്ലുകൾ താഴേക്ക് വീണ് കെൻഷിൻ അവിടെ തന്നെ കുടുങ്ങിപ്പോകുന്നു. അതിനുശേഷം ന്യൂസിൽ പറയും, ഭൂമി കുലുക്കത്തെ തുടർന്ന് കുറെ ആളുകൾ കല്ലറകളിൽ കുടുങ്ങിപ്പോയി, അവരെ ഏതോ ഒരുത്തൻ ഉപദ്രവിക്കുകയും ചെയ്തു. ജനങ്ങൾ പറയുന്നത് അവിടെ ഒരുപാട് കത്തി വന്നെന്നും വലിയ അപകടത്തിലാണ് അവർ പെട്ടതെന്നുമാണ്. അതിനുശേഷം കുറെ ഓഫീസർമാരെ കാണിക്കുന്നു. അതിലെ ഒരുത്തൻ പട്ടാളക്കാരനോട് പറയും, ജനങ്ങളൊക്കെ ഇപ്പോൾ ഗോപുരത്തെ പറ്റിയും റെലിക്കിനെ പറ്റിയുമാണ് പറയുന്നത്, ആ കൊറിയക്കാരനെ നീ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിരുന്നു. പട്ടാളക്കാരൻ പറയും, ക്ഷമിക്കണം, ഭാവി അറിയുന്ന പുസ്തകം വെച്ച് ഞാൻ അവനെ ഇല്ലാതാക്കും, അവനെവിടെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനുശേഷം ജൂഹിയോണിനെ കാണിക്കുന്നു. ബാത്റൂമിൽ നിന്ന് അവന്റെ കൈ നിരീക്ഷിക്കുകയായിരിക്കും. റെലിക്കിന്റെ ടെസ്റ്റ് പൂർത്തിയാക്കാതെ റെലിക്കിനെ ഫോഴ്സ് ചെയ്ത് കൺട്രോളിലാക്കിയതുകൊണ്ട് എന്റെ കയ്യിലെ പൊള്ളിയ പോലുള്ള പാടുകൾ വീണ്ടും കൂടിയിരിക്കുന്നു. എടുക്കുന്ന റെലിക്കിന് ഒരുപാട് ശക്തി ഉണ്ടെങ്കിൽ അത് എന്നെയും ബാധിക്കും. ആ സമയം സിസ്റ്റം പറയും, ടോമിലെ ടെസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുന്നു, അതുകൊണ്ട് റിവാർഡ് ഉണ്ട്. ഡൊമിനൻസ് ആണോ അതല്ലെങ്കിൽ എഫിനിറ്റി ആണോ നീ തിരഞ്ഞെടുക്കുന്നത്? അവൻ ഡൊമിനൻസ് തിരഞ്ഞെടുക്കുന്നു. റിവാർഡ് കിട്ടിയെന്ന് സിസ്റ്റം പറയും, പക്ഷേ ഒന്ന് തന്നെ കാണാൻ കഴിയില്ല. അവൻ ആ ബാത്റൂമിലെ എല്ലായിടത്തും തിരയാൻ തുടങ്ങി. അവൻ പറയും, ഒന്നുമില്ലവിടെ, ഒരു നിധിയുടെ പെട്ടിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അവന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഗുളിക പോലുള്ള റെലിക്ക് കിട്ടുന്നു. അവൻ തിന്നണോ വേണ്ടയോ എന്ന് തീരുമാനിച്ച് എന്തെങ്കിലും നടക്കട്ടെ എന്ന് പറഞ്ഞ് തിന്നുന്നു. പെട്ടെന്ന് ശരീരത്തിന് എന്തോ സംഭവിക്കുന്നത് പോലെ അവന്റെ കയ്യിലുള്ള മുറിവുകളൊക്കെ ഇല്ലാതായി. സിസ്റ്റം ആണെങ്കിൽ ടോളറൻസിനെ കുറിച്ച് കാണിക്കും. ശരീരത്തിനുണ്ടാവുന്ന മുറിവുകളും മറ്റു പ്രശ്നങ്ങളും ഇതുമൂലം ഇല്ലാതാകും. എന്നിട്ട് അവൻ ബെഡിലേക്ക് കിടന്ന് അതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കും. ടോളറൻസ് കാരണം മുറിവൊക്കെ ഇല്ലാതായി, എന്തിനാണ് ആ കാക്ക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്നെ സഹായിച്ചിട്ട് അതിനെന്താണ് കിട്ടുന്നത്? എന്തെങ്കിലും ഒരു കാരണമില്ലാതെ അതൊന്നും ചെയ്യില്ല. വീണ്ടും ഒരു മെസ്സേജ് വരുന്നു, എസ് ഗ്രേഡുള്ള റെലിക്ക് പുസ്തകം നിന്നെ കണ്ടുപിടിച്ചിരിക്കുന്നു. ആ പുസ്തകം ഉപയോഗിച്ച് ഭാവി അറിയാൻ കഴിയും, പക്ഷേ ഗോപുരങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ ആ പുസ്തകം അതിന്റെ മാസ്റ്ററെ സ്വയം തന്നെ കണ്ടുപിടിക്കും. യൂക്ക സസാക്കി എന്ന് പറഞ്ഞ ഒരു പെണ്ണായിരിക്കും അത്, അവൾക്ക് മാത്രമേ ആ പുസ്തകം ഉപയോഗിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അവളോട് സഹായം ചോദിക്കുന്നു. അവൾക്ക് വേണ്ടതൊക്കെ അവർ ചെയ്തു കൊടുക്കുന്നു. പഠിപ്പിലൊന്നും അവൾക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് തന്നെ ആ പുസ്തകം വായിക്കാൻ അവൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിനുശേഷം വളരെ ശക്തി കൂടിയ ഭാവി അറിയാൻ കഴിയുന്നവൻ അവിടേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ യൂക്ക സസാക്കി അവിടെ ഇല്ലാതാകുന്നു. അതിനുശേഷം യൂക്കയെ കാണിക്കുന്നു. അവൾ TV കണ്ടുകൊണ്ട് ഒരുപാട് സന്തോഷിക്കുകയായിരിക്കും. അവിടേക്ക് ഒരുത്തൻ വന്നിട്ട് പറയും, യൂക്ക ഇപ്പോൾ ബുക്ക് വായിക്കേണ്ട സമയമാണ്. അങ്ങനെ അവൾ ബുക്ക് വായിക്കാൻ തുടങ്ങി. അവൾക്ക് ഒട്ടും ഇഷ്ടമുണ്ടാകില്ല ബുക്ക് വായിക്കാൻ. അവിടെ ഉള്ളവൻ പറയും, അറിയാത്ത എന്തെങ്കിലും എഴുതുണ്ടെങ്കിൽ അതെവിടെയെങ്കിലും എഴുതി വെച്ചേക്ക്. പെട്ടെന്ന് അവൾ കരയുന്ന ഒച്ച കേൾക്കും. അവള് പറയും, ആ ബുക്കിൽ അവൾ മരിക്കാൻ പോകുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ആ ബുക്കിന്റെ എല്ലാ ഭാഗത്തും അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ശേഷം വീണ്ടും നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നു. ഇവിടെയുള്ള സൂഷി ഭക്ഷണം ഒരുപാട് നല്ലതാണ്. പുസ്തകത്തിന്റെ ഉടമ മരിക്കാൻ പോകുന്നു. ഞാനിവിടെ വന്നത് അവർ ഉറപ്പായിട്ടും അറിഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ ഹീറോവിനെ ആക്രമിക്കാൻ വേണ്ടി കുറച്ചുപേർ ഡോറിന് പുറകിൽ ഒളിച്ചിരിക്കുന്നുണ്ടാകും. യുകെയെ അങ്ങോട്ടേക്ക് വിടാനായിരിക്കും അവരുടെ പ്ലാൻ. അവൾക്കൊന്നും മനസ്സിലാകുന്നുണ്ടാകില്ല. അവൾ ചോദിക്കും, അവൾ എന്തിനാണ് അവളെ കൊല്ലാൻ വന്നവനെ കാണുന്നത്? ഓഫീസർ പറയും, അവന്റെ കൂടെ നീ ഇരുന്നാൽ മതി, ആ പുസ്തകം അവനെ പൂർണ്ണമായും മനസ്സിലാക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നേക്കാം. അവൾ ആ റൂമിൽ കയറിയതും നമ്മുടെ ഹീറോവിനെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാകുന്നു. നമ്മുടെ ഹീറോവിനാണെങ്കിൽ അവളുടെ കൂടിയ അളവിലുള്ള എനർജി മനസ്സിലാക്കാൻ സാധിക്കുന്നു. പുസ്തകത്തിന്റെ ഉടമയാണ് വന്നതെന്ന് അവന് മനസ്സിലാകുന്നു. അവൻ കത്തിയെടുക്കാൻ നോക്കുന്നത് ഓഫീസർമാർ ക്യാമറയിൽ കാണുന്നുണ്ടാകും. അവളെ രക്ഷിക്കാൻ വേണ്ടി അകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ അവൾ തന്നെ വാതിൽ അടച്ചു കളയുന്നു. അവൾ പറയും, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായി. നമ്മളുടെ ഹീറോവിന് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാകില്ല. അവൾ അവനോട് ചോദിക്കും, നിനക്ക് ജാപ്പനീസ് അറിയില്ലേ? എന്നിട്ട് പറയാനുള്ളത് ഫോണിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ ഹീറോവിനാണെങ്കിൽ കാര്യം പിടികിട്ടി. അവൾക്ക് അവനോട് ഇഷ്ടമാണെന്ന് മനസ്സിലായി. ഓഫീസർ എന്താ അകത്ത് നടക്കുന്നതെന്ന് അറിയാതെ ചിന്തിച്ചു കൊണ്ടിരിക്കും. പെട്ടെന്നൊരു പൊട്ടിത്തെറി. ഓഫീസർമാരെയെല്ലാം റൂമിൽ കയർ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നു. എന്നിട്ട് ഡേറ്റിന് പോകാമെന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് ഹീറോ നടന്നു പോകുന്നു. അങ്ങനെ മൂന്നാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി അടിക്കണേ.